Good morning, dear students. When we come to today's class, as you can see, we are going to look at phonetics. This is module 3, where we will be dealing more with the organs of speech and the speech mechanism and the classification of sounds. Basically, the classification of consonants and the classification of vowels, as well as we will take a brief look at the classification of diphthongs. To begin with, you first have to know what phonetics basically is. You have to define phonetics. Now, you know phonetics deals with the study of speech sounds. Okay, so speech sounds നെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് phonetics എന്ന് പറയുന്നത്. So, when you study phonetics, you basically study three aspects of phonetics, or you study three aspects of speech sounds. One is their production, the second one is their transmission, and the third one is reception. So phonetics basically deals with the study of sounds, their production, transmission, and reception. Now, the branch of phonetics that deals with the production of speech sound is called articulatory phonetics. Now, നമ്മൾ പറഞ്ഞു phonetics എന്ന് പറയുന്നത് speech sounds ന്റെ പഠനമാണ്. അതിന്റെ മൂന്ന് aspects ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഒന്ന് production, transmission, reception. Now, if you study the production of speech sounds, okay, നമ്മൾ അതിൽ തന്നെ എന്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ്, എങ്ങനെയാണ് speech sounds പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് പഠിക്കുകയാണെങ്കിൽ ആ ബ്രാഞ്ചിനെ നമ്മൾ articulatory phonetics എന്ന് പറയും. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് സ്പീച്ച് സൗണ്ട്സ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്, അതായത് സംസാരിക്കുന്ന ആളിൽ നിന്ന് കേൾക്കുന്ന ആളിലേക്ക് എങ്ങനെയാണ് സ്പീച്ച് സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതെന്ന് പഠിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അക്യൂസ്റ്റിക് ഫോണറ്റിക്സ്. ഓക്കെ, നൗ എങ്ങനെയാണ് നമ്മൾ സ്പീച്ച് സൗണ്ട്സ് റിസീവ് ചെയ്യുന്നത്, കേൾക്കുന്നത് എങ്ങനെയാണ്, ഒരു ശ്രോതാവിൻ്റെ ആസ്പെക്റ്റിൽ നിന്നാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഇഫ് യു ഡീൽ വിത്ത് ദ റിസപ്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് ഇറ്റ് ഈസ് കോൾഡ് auditory phonetics. Okay, so phonetics basically deals with the study of speech sounds, their production, transmission, and reception. Now, the branch of phonetics that deals with the production of speech sound is called articulatory phonetics. The branch that deals with the transmission of speech sound is called acoustic phonetics, and the one that deals with the reception of speech sounds is called auditory phonetics. Now, ഇവിടെ നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് എന്നുള്ള നിലയിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുക ഏത് ആസ്പെക്റ്റ് ആണ്, we basically deal with articulatory phonetics, that is the production of speech sound. കാരണം ട്രാൻസ്മിഷനും റിസപ്ഷനും it is more of physics as well as it is more of biology. Okay, so നമ്മളുടെ കാതുകൾ എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നതെന്നൊക്കെ പഠിക്കുമ്പോഴത്തേക്കും you basically have to look at it from a biological perspective. So or even you have to look at it from the point of view of physics. So articulatory phonetics ആണ് നമ്മൾ ബേസിക്കലി പഠിക്കുന്നത്, അക്യൂസ്റ്റിക് ഫോണറ്റിക്സും അതുപോലെ തന്നെ ഓഡിറ്ററി ഫോണറ്റിക്സും ഒക്കെ കുറച്ച് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ്. സോ ബേസിക്കലി ഫസ്റ്റ് യു ഹാവ് ടു ലുക്ക് അറ്റ് ആർട്ടിക്കുലേറ്ററി ഫോണറ്റിക്സ്. നൗ ആർട്ടിക്കുലേറ്ററി ഫോണറ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്കും, അതായത് വെൻ യു സ്റ്റഡി ദ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് you have to first know what airstream mechanism is. എന്താണ് airstream mechanism എന്ന് നമ്മൾ പഠിക്കണം. നൗ അതായത് സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യു ബേസിക്കലി നീഡ് എ സ്ട്രീം ഓഫ് എയർ. ഓക്കെ, വായുവിൻ്റെ ഒരു ധാരയാണ് നമ്മൾക്ക് ആവശ്യം. നൗ യു മൈറ്റ് നോ ദാറ്റ് ഇറ്റ് കംസ് ഫ്രം യുവർ ലങ്സ്, അല്ലേ? നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന എയർ എവിടേക്കാണ് പോകുന്നത്, ലങ്സിലേക്കാണ് പോകുന്നത്, എന്നിട്ട് അത് എന്ത് ചെയ്യും, അത് തിരിച്ചു വരും. സോ ഈ ഒരു വായുവിൻ്റെ സഞ്ചാര പദത്തെയാണ് ശരിക്കും നമ്മൾ എയർ സ്ട്രീം എന്ന് പറയുന്നത്. നൗ ഈ എയർ സ്ട്രീമാണ് ശരിക്കും നമ്മളെ എന്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സോ വെൻ യു സ്റ്റഡി ആർട്ടിക്കുലേറ്ററി ഫോണറ്റിക്സ് യു ഫസ്റ്റ് need to know what basically is the airstream mechanism. Now അതാണ് ഇവിടെ പറയുന്നത്, an airstream is needed to provide the energy required for the production of speech sounds. നമ്മൾക്ക് സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ആവശ്യമാണ്, ഒരു എയർസ്ട്രീം മെക്കാനിസം ആവശ്യമാണ്. The air that we breathe out is modified to form speech sounds. ശരിക്കും നമ്മളുടെ ലങ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എയർ ആണ് മോഡിഫൈ ചെയ്യപ്പെട്ട് എന്തായിട്ട് മാറുന്നത്, സൗണ്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് സൗണ്ട്സ് യു നീഡ് ആൻ എയർ സ്ട്രീം, and basically the air that we breathe out is modified to form speech sounds. There are three different air streams that help in the production of sounds. ഇങ്ങനെ നമ്മൾ ലങ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എയറിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് മോഡിഫൈ ചെയ്താണ് എന്തായിട്ട് മാറുന്നത്, സ്പീച്ച് സൗണ്ട്സ് ആയിട്ട് മാറുന്നത്. ഇങ്ങനെ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മൂന്ന് ബേസിക് ആയിട്ടുള്ള എയർ സ്ട്രീംസ് ഉണ്ട്.
Okay, so there are three different air streams that help in the production of sounds. They are pulmonic airstream, glottalic airstream, and velaric airstream. Now, ലങ്സിൽ നിന്നാണ് എയർ വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പൾമോണിക് എയർ സ്ട്രീം എന്ന് പറയുന്നത്. ദ ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്. ദ എയർ സ്ട്രീം ഇൻവോൾവിംഗ് ലങ് എയർ ഈസ് കോൾഡ് പൾമോണിക് എയർ സ്ട്രീം. അതായത് ലങ്സിൽ നിന്നുള്ള എയർ ആണ് നമ്മൾ സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? പൾമോണിക് എയർ സ്ട്രീം എന്ന് പറയും. Now, എന്താണ് ഗ്ലോട്ടാലിക് എയർ സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ദ എയർ വിൽ ബി കമ്മിങ് ഫ്രം ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസ് എന്താണെന്ന് അറിയാമോ? നമ്മളുടെ വോക്കൽ കോഡിന് ഇടയ്ക്കുള്ള അപ്പർച്ചർ ആണ്, ആ സുഷിരമാണ് എന്തെന്ന് പറയുന്നത്, ആ ഓപ്പണിംഗ് ആണ് നമ്മൾ ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. നൗ ഗ്ലോട്ടിസ് അടയുകയും തുറക്കുകയും ചെയ്യും. നൗ അടഞ്ഞിരിക്കുന്ന ഗ്ലോട്ടിസ് എന്ത് ചെയ്യും? എയറിനെ പുറത്തേക്ക് ചെറുതായിട്ട് പുഷ് ചെയ്യും. നൗ ആ എയർ ഉപയോഗിച്ചാണ് നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഗ്ലോട്ടാലിക് എയർ സ്ട്രീം എന്ന് പറയും. സോ ഇവിടെ definition നോക്കെ. In glottalic airstream, the closed glottis provides the stream of air for producing sounds. So glottalic airstream എന്ന് പറയുമ്പോഴത്തേക്കും ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്ലോട്ടിസ് ആണ് നമ്മൾക്ക് എന്തിനുള്ള എയർ പ്രൊവൈഡ് ചെയ്യുന്നത്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. So if the air stream that helps to produce sounds comes from lungs, it is called pulmonic airstream. If the air for producing sound is issued by the closed glottis, that is known as glottalic airstream. Now, velaric airstream എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ here the air will be provided by velum. velum എന്ന് പറയുന്നത് back of the tongue ആണ്. സോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇമേജ് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ? ഇവിടെയാണ് നമ്മളുടെ, ഞാൻ ഒന്നുകൂടെ സൂം ഇൻ ചെയ്യാം സോ യു ക്യാൻ സീ ബെറ്റർ. സോ ഇതാണ് നമ്മളുടെ വോക്കൽ കോഡ് എന്ന് പറയുന്നത്. ഇതിനിടയ്ക്കുള്ള അപ്പേർച്ചർ ആണ് ഗ്ലോട്ടിസ്. സോ വോക്കൽ കോഡ്സ് അടയുകയും തുറക്കുകയും ചെയ്യും. സോ അടഞ്ഞ ഗ്ലോട്ടിസ് ഇവിടുന്ന് എയർ പുഷ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്ലോട്ടാലിക് എയർ സ്ട്രീം എന്ന് പറയുന്നത്. നൗ വീളം എന്ന് പറയുന്നത് ഇതാണ്, ബാക്ക് ഓഫ് ദ ടങ് ആണ് ശരിക്കും വീളം. ഓക്കെ, സോ ഈ ബാക്ക് പാർട്ട് ഓഫ് ടങ് ശരിക്കും ബാക്ക് പാർട്ട് ഓഫ് മൗത്ത് എന്ന് നമ്മൾക്ക് പറയാം. നമ്മളുടെ വായുടെ ഈ ഭാഗത്തിന്റെ ഈ ഏറ്റവും അവസാന പോർഷൻ, ഏറ്റവും ടിപ്പിനെ നമ്മൾ യൂവ്യൂള എന്നാണ് പറയുന്നത്. ഒരു ചെറിയൊരു സാധനം ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ നമ്മൾ കാണാറില്ലേ? വാ നല്ലതുപോലെ തുറന്ന് കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ദർ ഈസ് എ സോഫ്റ്റ് ഹാങ്ങിങ് ടിഷ്യൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യുവ്യൂള എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുകളിലത്തെ പാർട്ടാണ് വീളം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി സോഫ്റ്റ്. ഓക്കെ, സോ നമ്മൾ ഈ കാണുന്ന ആ യുവ്യൂളയ്ക്ക് തൊട്ട് മുകളിലുള്ള ഭാഗം, ഈ പോർഷനും പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? അടയാറുണ്ട്. ഓക്കെ, ഇത് വന്ന് എവിടെ തട്ടും? ഇവിടെ തട്ടും. ഇവിടെ തട്ടുമ്പോഴത്തേക്കും ഈ ഏരിയ എന്ത് ചെയ്യും? ക്ലോസ്ഡ് ആകും. സോ ക്ലോസ്ഡ് ആയിട്ടുള്ള വീളമാണ് നമ്മൾക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എയർ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ that air is called it is called velaric airstream. So in velaric airstream mechanism, the back of the tongue or velum sets the air in motion. Back of the tongue, അല്ലെങ്കിൽ you can ഞാൻ നേരത്തെ പറഞ്ഞ പോലെ you can call it the back part of your mouth. So back of the tongue or velum sets the air in motion or it supplies the air for producing sound. So ഇങ്ങനെ പ്രധാനമായിട്ടും 3 എയർ സ്ട്രീംസ് ഉണ്ട്. One that comes from lungs called pulmonic airstream, one that comes from glottis called glottalic airstream, and the one that comes from velum called velaric airstream. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾമോണിക് എയർസ്ട്രീം ആണ്. ലങ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എയർ ആണ് നമ്മൾ എന്തിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? സൗണ്ടിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മളത് പറയും. Aggressive airstream and ingressive airstream. So ഒന്നുമില്ല, the air you breathe in is called ingressive, the air you breathe out is called aggressive. മനസ്സിലായോ? So the air you breathe in is called ingressive, the air you breathe out is called aggressive. So aggressive and ingressive airstream എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. The airstream that you breathe out is called aggressive airstream and the air you breathe in is called ingressive airstream. ഇനി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന എയർസ്ട്രീം ഞാൻ പറഞ്ഞു പൾമോണിക് എയർസ്ട്രീം ആണ്. പൾമോണിക് അഗ്രസീവ് എയർസ്ട്രീം, അതായത് ലങ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എയർസ്ട്രീം ആണ് നമ്മളെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്.
The airstream that is pushed out or breathed out is called aggressive airstream, and the airstream that is breathed in is called ingressive airstream. For the production of speech sounds of most languages in the world, a pulmonic aggressive airstream mechanism is used, that is the air breathed out from the lungs. അതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. മലയാളം നല്ല ലോകത്തെ ഏത് ഭാഷയിലെ ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലങ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എയർ സ്ട്രീം ആണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പൾമോണിക് അഗ്രസീവ് എയർ സ്ട്രീം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ എയർ യു ബ്രീത്ത് ഔട്ട് ഫ്രം ദ ലങ്സ്. The air breathed out from the lungs undergoes modification. ഈ പൾമോണിക് അഗ്രസീവ് എയർ സ്ട്രീം ആണ്. അത് ലങ്സിൽ നിന്ന് ഈ പുറത്തേക്ക് വരുന്ന ആ ഒരു എന്താണ് ആ ഒരു യാത്രയിൽ, ഓക്കെ, സോ അത് ലങ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു മാർഗത്തിൽ ഇറ്റ് ഗെറ്റ്സ് മോഡിഫൈഡ്. അത് പല ഓർഗൻസിന്റെ സഹായത്തോടു കൂടി ആ എയർ എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്യപ്പെടും. നൗ ആ മോഡിഫിക്കേഷൻ ആണ് അവസാനം എന്തായിട്ട് മാറുന്നത്, സൗണ്ട്സ് ആയിട്ട് മാറുന്നത്. സോ ഇങ്ങനെ ലങ്സിൽ നിന്നുള്ള എയർ സ്ട്രീം പുറത്തേക്ക് വരുമ്പോൾ, അതായത് പൾമോണിക് അഗ്രസീവ് എയർ സ്ട്രീം വരുന്ന വഴിക്ക് അതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് പ്രവർത്തിക്കുന്ന ഓർഗൻസിനെയാണ് നമ്മൾ ഓർഗൻസ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ? ലങ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, അതായത് പൾമോണിക് അഗ്രസീവ് എയർ സ്ട്രീമിനെ മോഡിഫൈ ചെയ്ത് സൗണ്ട് ആക്കി മാറ്റാനായിട്ട് ഏതെല്ലാം ഓർഗൻസ് ഇൻവോൾവ് ആണോ അവയാണ് യു കോൾ ഇറ്റ് ദം ആസ് ദ ഓർഗൻസ് ഓഫ് സ്പീച്ച്. സോ ദ എയർ ബ്രീത്ത്ഡ് ഔട്ട് ഫ്രം ദ ലങ്സ് അണ്ടർഗോസ് മോഡിഫിക്കേഷൻ. വേരിയസ് ഓർഗൻസ് ഇൻ ദ ബോഡി ആർ ഇൻവോൾവ് ഇൻ മോഡിഫൈങ് ദ സ്പീച്ച് സൗണ്ട്സ് ആൻഡ് ദീസ് ഓർഗൻസ് ആർ കോൾഡ് ദ ഓർഗൻസ് ഓഫ് സ്പീച്ച്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാണ്, ഒരു മിനിറ്റ്. Okay, so we can continue. So നമ്മൾ പറഞ്ഞു, those organs that help to modify the air coming out from the lungs are called the organs of speech. So organs of speech എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, if somebody asks you what do you mean by the organs of speech, the definition is this: the organs involved in the production of speech sounds are known as organs of speech. നമ്മൾ ഇപ്പോൾ പറഞ്ഞതാണ്. So those organs that are involved in the production of speech sounds are known as the organs of speech. നമ്മൾ അവയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. സോ ഈ എയർ സ്ട്രീമിനെ മോഡിഫൈ ചെയ്ത് സ്പീച്ച് സൗണ്ട്സ് ആക്കി മാറ്റുന്ന ആ ഓർഗൻസിനെ യു ബേസിക്കലി ക്ലാസിഫൈ ദം ഇൻ ടു 3 systems. One is the respiratory system, the second one is the phonatory system, and the third one is the articulatory system. Okay, so you basically divide the organs of speech into 3 systems. The first one, the respiratory system, the second one, the phonatory system, and the third one is the articulatory system. Okay, so നമ്മൾക്ക് അതോരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം, ഏതൊക്കെ ഓർഗൻസ് ആണ് ഈ സിസ്റ്റത്തിൽ വരുന്നത് എന്നുള്ളത് നോക്കാം. So the respiratory system. The respiratory system consists of the lungs, the muscles of the chest, and the windpipe or trachea. So നമുക്ക് ആ ഇമേജിലേക്ക് തിരിച്ചു വരാം. സോ ഇതിനകത്ത് മൊത്തം ഇല്ല, ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാണ്. ഐ വിൽ ഗെറ്റ് യു ദാറ്റ് ഇമേജ്. ഓക്കെ, സോ ഹിയർ യു ഹാവ് ദ ഇമേജ്. So respiratory system എന്ന് പറയുമ്പോഴത്തേക്കും it basically consists of the lungs and the windpipe. So അതാണ് നമ്മുടെ ഡെഫിനിഷനിൽ പറഞ്ഞത്. The respiratory system consists of the lungs, the muscles of the chest, and the windpipe or trachea. Now എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ചെസ്റ്റ് മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്, അത് ചുരുങ്ങുന്ന സമയത്ത് ഇറ്റ് വിൽ കംപ്രസ് യുവർ ലങ്സ്. അത് എന്തിലേക്ക് പ്രസ് ചെയ്യും? നമ്മളുടെ ലങ്സിലേക്ക് പ്രസ് ചെയ്യും. ലങ്സിലേക്ക് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ലങ്സിലുള്ള എയർ എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് യുവർ ബ്രീത്തിങ് ബേസിക്കലി ഡസ്. നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് യുവർ ചെസ്റ്റ് മസിൽസ് കോൺട്രാക്ട്, ആൻഡ് വെൻ യുവർ ചെസ്റ്റ് മസിൽസ് കോൺട്രാക്ട് ഇറ്റ് കംപ്രസസ് ദ ലങ്സ്, ആൻഡ് ആസ് എ റിസൾട്ട് ദ എയർ ഈസ് ഫോഴ്സ്ഡ് ടു ഗോ ഔട്ട്. സോ ഇത്രയും ഫങ്ഷൻ ചെയ്യുന്നവരെയാണ് നമ്മൾ ഏത് സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നത്? റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നത്. സോ ഇറ്റ് ഹാസ് ഗോട്ട് ദ ലങ്സ് ആൻഡ് ദെൻ ദ വാൾസ് ഓഫ് യുവർ ചെസ്റ്റ് ഓർ ദ മസിൽസ് ഓഫ് യുവർ ചെസ്റ്റ്, ആൻഡ് യു ഹാവ് ഗോട്ട് this is windpipe or trachea. Okay, so അത്രയും അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്, റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. So when the walls of the lungs contract by the action of chest muscles, so the chest muscles actually forces the lungs to contract. So when this happens, the air from the lungs is pushed out.
It is this air that passes out through the windpipe that is utilized for the production of speech sounds. ഇങ്ങനെ chest muscles ചുരുങ്ങി ലങ്സിനെ കംപ്രസ് ചെയ്യിപ്പിച്ച് ലങ്സിൽ നിന്ന് പുറത്തേക്ക് നമ്മുടെ വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയ വഴി പുറത്തേക്ക് പുഷ് ചെയ്യപ്പെടുന്ന എയർ ആണ് നമ്മളെ ഇതിനെ സഹായിക്കുന്നത് സ്പീച്ച് സൗണ്ട്സിന്റെ പ്രൊഡക്ഷൻ ആയിട്ട് സഹായിക്കുന്നത്. സോ respiratory system clear ആണല്ലോ. It basically consists of lungs, the muscles of chest and the windpipe or trachea. So when the chest muscles contract, it compresses the lungs and the air is pushed out. This air travels through the windpipe or trachea and it is this sound that helps you in the production of sound. Now അതിന് ശേഷം വരുന്ന മുകളിലോട്ടുള്ള ഏരിയ ആണ് you basically call as the phonatory system. The phonatory system comprises the larynx, commonly known as Adam's apple, which is situated at the top of the windpipe. അത് നമ്മൾക്ക് ദാ ഈ ഇമേജിൽ കാണാൻ പറ്റുന്നുണ്ട്. ദാ ഇതാണ് എന്തെന്ന് പറയുന്നത് larynx എന്ന് പറയുന്നത്. So it is situated right above the windpipe. So windpipeന് ശേഷം ഉള്ള പാർട്ട് തൊട്ട് മുകളിലോട്ടുള്ളതാണ് ഏതിനകത്ത് വരുന്നത് articulatory സിസ്റ്റത്തിനകത്ത് വരുന്നത്. Okay, so sorry, phonatory system വരുന്ന. So the phonatory system comprises the larynx, നമ്മൾ പൊതുവെ ആഡംസ് ആപ്പിൾ എന്ന് വിളിക്കാറുണ്ട്, which is situated at the top of the windpipe. Now the air from the lungs passes out through the windpipe and the larynx. So windpipeലൂടെ larynxലൂടെയാണ് അത് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് വരുന്നത്. Now in the larynx is situated a pair of lip-like structures called the vocal cords. So നമ്മൾക്ക് ഇമേജിലേക്ക് തിരിച്ചു വരാം. ഇവിടെ ഈ ലാരിൻസിൽ there is a pair of lip like structure. നമ്മളുടെ ചുണ്ട് പോലെ എന്തുണ്ട് a pair of lip like structure ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് vocal cords എന്ന് പറയുന്നത്. സോ ഞാൻ അതിൻ്റെ ഇമേജ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. സോ ഈ vocal cordsന് എന്തുണ്ട് there is an aperture that is known as glottis. നമ്മൾ നേരത്തെ പറഞ്ഞു. Okay, so the phonatory system comprises the larynx or the Adam's apple, which is situated at the top of the windpipe. Now the air from the lungs passes out through the windpipe and it reaches the larynx. Now in the larynx there is a pair of lip-like structures called the vocal cords. Now the vocal cords are placed horizontally from front and back. അതായത് ഒരു മിനിറ്റ്. Okay, now ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു പെയർ ഓഫ് ലിപ് ലൈക്ക് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. ഒരെണ്ണം ദാ ഇവിടെയും ഒരെണ്ണം ഇവിടെയുമായിട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, സോ വൺ ഈസ് അറ്റാച്ച്ഡ് ടു ദ ഫ്രണ്ട് പാർട്ട് ആൻഡ് ദ അതർ ഈസ് അറ്റാച്ച്ഡ് ടു the back part. So they are placed horizontally from the front to the back. They are attached at the front and suspended freely at the back. Okay, so ഇതിന്റെ രണ്ടിന്റെയും ഒരു ഭാഗം കണക്റ്റഡ് ആയിരിക്കും, ഒരു ഭാഗം എന്തായിരിക്കും freely suspended ആയിരിക്കും. The vocal cords can be held together or wide apart. vocal cordsനെ നമ്മൾക്ക് ചേർത്തും വെക്കാം, അതുപോലെ എന്ത് ചെയ്യാം അവയ്ക്കിടയിൽ നമ്മൾക്കൊരു ഗ്യാപ്പ് ഉണ്ടാക്കാനും പറ്റും. Now this space between the vocal cords is called glottis. ഈ സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ glottis എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, I will show you the image of the vocal. Okay, so ഞാൻ നിങ്ങൾക്ക് ഇമേജ് കാണിച്ചു തരാം. സോ ഈ ഇമേജിൽ ഇവിടെ, so here you have got trachea or the windpipe and here you have larynx and in the larynx is situated the vocal cords. അത് it is attached at the front, അതായത് ഈ ഭാഗത്ത് here it is attached but here you can see that it is freely suspended. അതായത് ഈ ബാക്ക് പോർഷൻ എന്തല്ല കണക്റ്റഡ് അല്ല, അതാണ് നമ്മളിതാ ഇവിടെ പറഞ്ഞത്. Okay, so when you come to the phonatory system, it comprises the larynx. It is known as Adam's apple. So it is situated at the top of the windpipe, and now the air from the lungs passes through the windpipe and reaches the larynx. And in the larynx you have a pair of lip-like structures. ആ lip-like structure എന്താണെന്നുള്ളത് ഞാൻ ഇപ്പം വേറൊരു ഇമേജ് കാണിക്കും, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. So there is a pair of lip-like structure called the vocal cords. Now they are placed horizontally from the front to back. Now they are placed horizontally എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെയാണ് അത് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയല്ല, ഇങ്ങനെയാണെങ്കിൽ you will say it is vertical, but here you can say it is horizontal. So it is placed horizontally, it is connected at the front
but is freely suspended at the back. They are placed horizontally from the front to back. They are attached at the front and are suspended at the back. Now the vocal cords can be held together or wide apart. Now I'll show you the image. So okay, so exactly it looks like a pair of lips. Okay, so it looks like lips. So ഇതാണ് ഈ കാണുന്നതാണ് വോക്കൽ ഫോൾഡ് എന്ന് പറയുന്നത്. സോ ഇതിനെ മൊത്തത്തിൽ നമ്മൾ വോക്കൽ കോഡ് എന്ന് പറയും. ഇതിനെ ഈ സംഭവമാണ് വോക്കൽ ഫോൾഡ്. സെയിം വോക്കൽ കോഡിനെ തന്നെ നമ്മൾ പൊതുവെ വോക്കൽ ഫോൾഡ് എന്ന് എന്താണ് വോക്കൽ ഫോൾഡ് എന്ന് പറയാറുണ്ട്. നൗ ഇവിടെ ഇത് ഓപ്പൺ ആണ്, ഇവിടെ നോക്കേ ക്ലോസ്ഡ് ആണ്. ഈ ഫ്രണ്ടിൽ അറ്റാച്ച്ഡ് ആണ്, ബട്ട് ഹിയർ ദർ ഈസ് എ സ്മോൾ ഗ്യാപ്പ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീലി സസ്പെൻഡഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ be held together or it can be wide apart. Okay, so ഇത് തുറക്കുന്ന സമയത്ത് ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ഈ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. സോ സംഭവം ക്ലിയർ ആണല്ലോ. സോ in the larynx you have a pair of lip-like structure called vocal cords. They are placed horizontally from front to back. They are connected at the front but is freely suspended at the back. So the vocal cords can be held together, okay, or it can be held wide apart. Now the space between the vocal cords is called glottis. Okay, now ഇവിടെ voiced sounds ഉം voiceless sounds ഉം ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ you have to look at the articulatory system. Now articulatory system എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ eventually എയർ നമ്മളുടെ വായിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ആ സൗണ്ടിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ വായിൽ വരുന്ന ഓർഗൻസിനെയാണ് നമ്മൾ ഏത് സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നത് ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ദ ആർട്ടിക്കുലേറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ ഫാരൻസ്, ദ ഓറൽ ക്യാവിറ്റി ആൻഡ് ദ നേസൽ ക്യാവിറ്റി. സോ നമ്മൾക്ക് ഇമേജിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, സോ ഈ നമ്മളുടെ ഈ എയർ പാസേജ് ഇങ്ങനെ കടന്നു വരുന്നു ഗ്ലോട്ടിസിലൂടെ പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ അപ്പർ പോർഷനാണ് നമ്മൾ ഫാരൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ലൈസ് ജസ്റ്റ് ബിഹൈൻഡ് ദ മൗത്തിന്റെ തൊട്ട് താഴെയായിട്ട് വരും. അതായത് ഈ യുവിയോള ഉണ്ടല്ലോ, നമ്മൾ വാ തുറന്ന് കണ്ണാടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു യു ക്യാൻ ഫൈൻഡ് സംതിങ് എന്താണ് ഇറ്റ്സ് ആക്ച്വലി എ സ്മോൾ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ വിച്ച് ഹാങ്സ് at the far end of your mouth. Now അവിടുന്ന് തൊട്ട് താഴെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫാരൻസ് എന്ന് പറയുന്നത്. സോ ഫാരൻസ് തൊട്ട് ഈ ഏരിയ തൊട്ട് ഈ മുകളിലോട്ടുള്ള ഏരിയ ആണ് നമ്മളുടെ ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫാരൻസ്. ദിസ് ഈസ് യുവർ ഓറൽ ക്യാവിറ്റി. ഓറൽ ക്യാവിറ്റിയിൽ there is your tongue, the roof of your mouth, then your teeth and then your lips. അതിലേക്കൊക്കെ നമ്മൾ വരും. then here is your nasal cavity. ഇത് നേരെ എവിടേക്ക് വരും? നമ്മളുടെ നോസ്ട്രിൽസിലേക്ക് വരും. മൂക്കിന്റെ ദ്വാരങ്ങളുണ്ടല്ലോ അവിടേക്ക് വരും. സോ ഇതിനെയാണ് nasal cavity. സോ ഫാരൻസ് തൊട്ട് മുകളിലോട്ടുള്ള പോർഷൻസിനെയാണ് നമ്മൾ ഏത് സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നത്? ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നത്. സോ ദ ആർട്ടിക്കുലേറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ ഫാരൻസ്, ദ ഓറൽ ക്യാവിറ്റി ആൻഡ് ദ nasal cavity. സോ ഇനിയിപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഏത് സിസ്റ്റമാണ്? ആർട്ടിക്കുലേറ്ററി സിസ്റ്റമാണ്. അതിനു മുന്നേ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്, വോയിസ്ഡ് സൗണ്ട്സും വോയിസ്ലെസ് സൗണ്ട്സും. നമ്മൾ നേരത്തെ വോക്കൽ കോഡ്സിന്റെ കാര്യം പറഞ്ഞു. വോക്കൽ കോഡ്സിന് ഓപ്പൺ ആയിട്ട് വരിക്കാം, ക്ലോസ്ഡ് ആയിട്ടും വരിക്കാം. ചില സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വോക്കൽ കോഡ്സ് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, സോ അവയെ നമ്മൾ വോയിസ്ലെസ് സൗണ്ട്സ് എന്ന് പറയും. ഓക്കെ, ഇനി ചില സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വോക്കൽ കോഡ്സ് ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എയർ പുറത്തേക്ക് വരുന്ന സമയത്ത് വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യും. സോ അവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോയിസ്ഡ് സൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെഫിനേഷൻ നോക്കാം. പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് വോയിസ്ഡ് സൗണ്ട്സ് ആൻഡ് വോയിസ്ലെസ് സൗണ്ട്സ്. In the production of certain speech sounds, the vocal cords are wide apart and the glottis is open so that the air passes out through it freely without any friction. അതായത് ചില സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വോക്കൽ കോഡ്സ് വൈഡ് അപ്പാർട്ട് ആയിരിക്കും, വോക്കൽ കോഡ്സ് ഓപ്പൺ ആയിരിക്കും. സോ ദ ഗ്ലോട്ടിസ് ഈസ് ഓപ്പൺ ആൻഡ് ദ എയർ പാസസ് ഔട്ട് ഫ്രീലി. ഫ്രീ ആയിട്ട് ഫ്രിക്ഷൻ ഒന്നും ഉണ്ടാക്കാതെ എന്ത് ചെയ്യും? എയർ പാസ് ചെയ്യും.
without any friction. The sounds thus produced are known as voiceless sounds or breathed sounds. Now voiceless sounds ine nammal endum parayarundi, breathed sounds ennu parayarundi. Okay, for example, the first sound in the English word pill, pill ennu parayunnathu first sound ennu parayunnathu p aanu alle, and in the word king adinathu first sound ennu parayunnathu k aanu. So p, k okke endinolla examples aanu, voiceless sounds inolla example aanu, which means during the production of these sounds the vocal cords are held wide apart, the glottis is open, and the air escapes freely without creating any kind of friction. So in the production of certain speech sounds, the vocal cords are wide apart, the glottis is open, so that the air passes out freely without creating any kind of friction. അതേസമയം ചില സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് the vocal cords are loosely held together. The vocal cords are held together so that when the air from the lungs is pushed out, they vibrate. So the sounds thus produced with the vibration of vocal cords, or those sounds during the production of which there is friction in the vocal cord, they are called as voiced sounds. For example, the first sounds in the English word bag and dance. Okay, ഇപ്പം നമ്മൾ ബാഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് സൗണ്ട് ഈസ് ബ, ആൻഡ് ഡാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ദ ഫസ്റ്റ് സൗണ്ട് ഈസ് ഡ. സോ ഈ സൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ വോയിസ്ഡ് സൗണ്ട്സ് എന്ന് പറയുന്നത്. സോ വോയിസ്ഡ് സൗണ്ട്സും വോയിസ്ലെസ് സൗണ്ട്സും തിരിച്ചറിയാനായിട്ട് നമ്മൾ പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇൻഡെക്സ് ഫിംഗറിൻ്റെ അറ്റം, അതായത് നമ്മളുടെ ചൂണ്ടുവിരലിൻ്റെ അറ്റം പ്ലേസ് ഇറ്റ് ഓൺ യുവർ ആഡംസ് ആപ്പിൾ. ആഡംസ് ആപ്പിൾ അറിയാലോ, നമ്മുടെ കഴുത്തിൽ ഈ പുറത്തോട്ട് തള്ളി നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത്. സോ അവിടെ വിരലിൻ്റെ തുമ്പ് വെക്കുക. ഏതെങ്കിലും സൗണ്ട് ഉച്ചരിക്കുന്ന സമയത്ത് ഇഫ് യു ഫീൽ എ വൈബ്രേഷൻ ദെയർ, those sounds are voiced sounds. Vibration എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ vocal cords അടഞ്ഞിരിക്കും. So the air will have to forcefully push its way out. So naturally the vocal cords vibrate. So vocal cord vibrate ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് വിരലിൻ്റെ തുമ്പിൽ എന്ത് ഫീൽ ചെയ്യും, ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. സോ അങ്ങനെയുള്ള സൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വോയിസ്ഡ് സൗണ്ട്സ് എന്ന് പറയുന്നത്. വോയിസ്ലെസ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് യു വോണ്ട് ഫീൽ എനി വൈബ്രേഷൻ ഓൺ ദ ടിപ്പ് ഓഫ് യുവർ ഫിംഗർ. ഈ വ്യത്യാസം അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പ ക സൗണ്ട് ഉച്ചരിച്ച് നോക്കിയാൽ പ ക, പ ആൻഡ് ക, you won't feel much of a vibration. But when you say b or when you say d, you can feel the vibration. Okay, so voiceless sounds ennu parayunnathu, the vocal cords will be open, so the air will escape freely, whereas on the other side voiced sounds are those sounds during the production of which the vocal cords will be held together, the glottis won't be open, so naturally the air will have to push its way out, and so during that pushing the vocal cords will vibrate, and such sounds are called voiced sounds. അപ്പോൾ ഞാൻ വീണ്ടും ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാണ്, then we can come to the articulatory system in detail. Okay, so now we can look at the articulatory system, starting with the oral cavity. Now sorry, okay, so the oral cavity consists of the roof of the mouth, the tongue and the lips. Now articulatory system pharynx എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. Okay, so it is just that back end of your oral cavity is known as pharynx. Now ഇവിടെ ശരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക oral cavity ആണ്. Now it consists of three parts. It consists of the roof of the mouth, the tongue and the lips. Now ഞാൻ നിങ്ങളെ ഒരു ഇമേജ് കാണിച്ചു തരാം, then we can come to the description. ദാ ഇവിടെ സോ ഫാരൻസ് തൊട്ട് ഇങ്ങോട്ടാണ് ശരിക്കും ഓറൽ ക്യാവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓറൽ ക്യാവിറ്റിയിൽ നമ്മൾക്കറിയാം യു ഹാവ് ഗോട്ട് യുവർ ടങ്, ദെൻ യു ഹാവ് ഗോട്ട് യുവർ ടീത്ത്, you have got your lips, and also you have got the roof of your mouth. Now I'll show you another image. I'll zoom out. So okay, so this is what you call your oral cavity. So you have got your teeth here. There are two rows, the upper row and the lower part. Then you have got your tongue, and this is what you call the roof of your mouth. നമ്മളുടെ വായുടെ മുകൾ ഭാഗം, അതായത് മുകളിലത്തെ റോ ഓഫ് ടീത്തിൻ്റെ പുറകിലുള്ള പോർഷനെയാണ് നമ്മൾ
എന്തെന്ന് പറയുന്നത് the roof of the mouth എന്ന് പറയുന്നത്. അതിനെ ശരിക്കും നമ്മൾ basically രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. One is the hard palate and the other is the soft palate. അതായത് നമ്മളുടെ മുകളിലത്തെ പല്ലിൻ്റെ പുറകിലത്തെ ഭാഗത്ത് ജസ്റ്റ് പുറകിലത്തെ ഭാഗത്ത് നമ്മളൊന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ you can feel a hard portion there അല്ലേ? ഒന്ന് തൊട്ട് നോക്കേ, you can feel a hard portion there and that is called the hard palate. Now അത് പുറകിലേക്ക് പോകും തോറും സോഫ്റ്റ് ആയി വരും. Now ആ സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സോഫ്റ്റ് പാലേറ്റ് എന്ന് പറയുന്നത്. Now again you have your tongue. അതിനെ നമ്മൾ മൂന്ന് പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. The front of your tongue, the middle portion of your tongue and here the back of the tongue. Okay. So tongue-നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. The front portion, the middle portion and the back portion. Now ഈ front portion ഇത്രയും ഏരിയ, okay, അതിൻ്റെ ഏറ്റവും ടിപ്പ് മോസ്റ്റ് പാർട്ട്, അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗത്തിനെ you call it as the apex. Okay. So ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് വരാം. So the roof of the mouth comprises the teeth ridge. Teeth ridge എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ ഇമേജിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളുടെ ഈ പല്ലിൻ്റെ തൊട്ട് പുറകിലത്തെ പോർഷനകത്ത് ഇങ്ങനെ ഒരു പാറ്റേൺ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ പോർഷനെയാണ് നമ്മൾ ടീത്ത് റിഡ്ജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുകളിലത്തെ അപ്പർ റോ ഓഫ് ടീത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് ദർ ഈസ് എ കോൺവെക്സ് പാർട്ട്. കോൺവെക്സ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഇതുണ്ട്. ആ കോൺവെക്സ് പാർട്ടിൽ യു ക്യാൻ ഫീൽ സ്ട്രൈപ്സ് ലൈക്ക് പാറ്റേൺ. നമ്മൾക്ക് ഇങ്ങനെ സ്ട്രൈപ്സ് പോലത്തെ പാറ്റേൺ ഫീൽ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടീത്ത് റിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ റൂഫ് ഓഫ് ദ മൗത്ത് കംപ്രൈസസ് ദ ടീത്ത് റിഡ്ജ്. നൗ ടീത്ത് റിഡ്ജ് കഴിഞ്ഞാൽ ദർ ഈസ് എ ഹാർഡ് പോർഷൻ. അത് ശരിക്കും ഒരു കോൺകേവ് ഏരിയ ആണ്. Now teeth ridge convex ആണ്, പുറത്തോട്ട് തള്ളി നിൽക്കുന്നതാണെങ്കിൽ മറ്റേത് it is curved inwards, that is known as the hard palate, and then followed by you have the soft palate, and soft palate അവസാനിക്കുന്ന പോർഷനെയാണ് you call it as the uvula. Okay, ഈ പോർഷനാണ് എന്തെന്ന് പറയുന്നത് uvula എന്ന് പറയുന്നത്. Okay, ഒരു മിനിറ്റ്. Okay, so the roof of the mouth comprises the teeth ridge, the hard palate, the soft palate and the uvula. The hard convex part immediately behind the upper front teeth is called the teeth ridge or the alveolar ridge. നമ്മൾ പറഞ്ഞു upper row of teeth ന്റെ തൊട്ട് പുറകിലുള്ള the area that is immediately behind the upper row of teeth is called the teeth ridge or the alveolar ridge. Teeth ridge ന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് alveolar ridge. The hard concave area behind the teeth ridge is called the hard palate. Now hard convex area ആണ് എന്തെന്ന് പറയുന്നത് teeth ridge അല്ലെങ്കിൽ alveolar ridge. അതിനെ തൊട്ട് പുറകിലുള്ള ഹാർഡ് ആയിട്ടുള്ള concave area ആണ് behind the teeth ridge is called the hard palate. The soft and fleshy part behind the hard palate is known as the soft palate or velum. Now hard palate കഴിഞ്ഞ് വരുന്ന soft പാർട്ടിനെയാണ് നമ്മൾ soft palate or velum എന്ന് പറയുന്നത്. Now the fleshy finger like structure at the end of soft palate is called uvula. നമ്മൾ നേരത്തെ 2-3 വട്ടം പറഞ്ഞു, നമ്മൾ മിററിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ പറ്റും soft palate അവസാനിക്കുന്നിടത്ത് there is a small finger like structure known as uvula. Okay, സോ അത്രയും കാര്യമാണ് എവിടെ വരുന്നത് റൂഫ് ഓഫ് ദ മൗത്തിൽ വരുന്നത്. സോ ഓറൽ ക്യാവിറ്റി 3 പോർഷൻസ് ഉണ്ട്. യു ഹാവ് ഗോട്ട് ദ റൂഫ് ഓഫ് ദ മൗത്ത്, ദ ടങ് ആൻഡ് ദ ലിപ്സ്. നൗ റൂഫ് ഓഫ് ദ മൗത്തിൽ അഗെയിൻ 4 പാർട്ട് ഉണ്ട്. യു ഹാവ് ഗോട്ട് ദ ടീത്ത് റിഡ്ജ്, യു ഹാവ് ഗോട്ട് ദ ഹാർഡ് പാലേറ്റ്, യു ഹാവ് ഗോട്ട് ദ സോഫ്റ്റ് പാലേറ്റ് ആൻഡ് ദ uvula. Now the hard convex part is the teeth ridge, the hard concave part is the hard palate. Now the soft area followed by the hard palate is known as soft palate. The end of the soft palate, at the end of the soft palate there is a small fleshy finger like structure called uvula. Now the soft palate can be lowered or raised. ഈ സോഫ്റ്റ് പാലേറ്റിന് നമ്മൾക്ക് ലോവർ ചെയ്യാനും അതുപോലെ തന്നെ ഉയർത്താനും പറ്റും. അതാണ് നമ്മൾ നേരത്തെ എയർ സ്ട്രീം പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു? ഇവിടെ you might remember when we discussed the air stream, we talked about the velaric air stream. So soft part അല്ലെങ്കിൽ വീളം
അതെന്ന് പറയുന്നത് സോഫ്റ്റ് പാലറ്റിന്റെ എൻഡ് പോർഷൻ ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ലോവർ ഇറ്റ് ഓർ യു ക്യാൻ റേസ് ഇറ്റ്. ഓക്കെ, we will come back to the image here. ഈ യൂവിയുളായ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കാനായിട്ട് പറ്റും. ഈ സോഫ്റ്റ് പാലറ്റ് ഇൻ ജനറൽ ഇറ്റ് ക്യാൻ ബി ലോവേർഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ടച്ച്ഡ് ഹിയർ. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ടച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇവിടുന്ന് വന്ന് എന്ത് ചെയ്യും? അത് ഇവിടെ ടച്ച് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് ദ സോഫ്റ്റ് പാലറ്റ് എസ്പെഷ്യലി ദ വീലം ക്യാൻ ബി ലോവേർഡ് or it can be raised. Now if the soft palate is raised, it touches the back wall of pharynx. Now അത് ലോവർ ചെയ്യുന്ന സമയത്ത് അത് എവിടെ ടച്ച് ചെയ്യും? It will touch the back portion of pharynx. ഇവിടെ വന്ന് ടച്ച് ചെയ്യും. So okay, so ചെറിയൊരു തെറ്റ് പറ്റി ഞാൻ പറഞ്ഞതിൽ, ഇഫ് ദ സോഫ്റ്റ് പാലറ്റ് ഈസ് റേസ്ഡ്, റേസ് ചെയ്യുന്ന സമയത്ത് അത് ഇവിടെ ടച്ച് ചെയ്യും. ഇവിടെ ഈ പോർഷനിലായിട്ട് തന്നെ നിൽക്കും. അത് ലോവർ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ടച്ച് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. സോ the soft palate can be lowered or raised. If the soft palate is raised, it touches the back wall of pharynx and the nasal passage will be closed. Now എന്താ പറയുന്നത് നോക്കേ. ഇത് റേസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് ഇവിടെ വന്ന് തട്ടും. ഇവിടെ. ഓക്കെ, സോ എന്ത് ചെയ്യും? ഈ nasal cavity ബ്ലോക്ക് ആകും. ഓക്കെ, സോ ബേസിക്കലി വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി റേസ്ഡ് as well as it can be lowered. ഇത് റേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്യും. ഫാരൻസിന്റെ ബാക്ക് പോർഷനിൽ ടച്ച് ചെയ്യും. അന്നേരം എന്ത് ക്ലോസ്ഡ് ആകും? ഈ nasal cavity ക്ലോസ്ഡ് ആകും. ഓക്കെ, സോ ലങ്സിൽ നിന്ന് വരുന്ന എയർ ഗ്ലോട്ടിസിലൂടെ വരുന്നു, ഇങ്ങനെ കടന്നു വന്ന് ഫാരൻസിൽ എത്തുന്ന സമയത്ത് ഈ യൂവിയുള്ള ഈ ബാക്ക് വോളിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ nasal cavity ക്ലോസ്ഡ് ആയിരിക്കും. സോ എയറിന് ഏതുവഴി മാത്രമേ പുറത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ? നമ്മളുടെ ഓറൽ ക്യാവിറ്റിയിലൂടെ മാത്രമേ പുറത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ക്യാൻ ബി ലോവേർഡ്. ഇത് നമ്മൾക്ക് ലോവർ ചെയ്യാൻ പറ്റും. അന്നേരം ഇത് വന്നത് നിയർലി ഇവിടെ ടച്ച് ചെയ്യും. സോ ഏത് ക്യാവിറ്റി ക്ലോസ്ഡ് ആകും? ഓറൽ ക്യാവിറ്റി ക്ലോസ്ഡ് ആകും. എയർ ഏത് വഴി മാത്രം പോകും? nasal ക്യാവിറ്റിയിലൂടെ പോകും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ യുവിയുള്ള ലോവേർഡ് ആണെങ്കിൽ ഓറൽ ക്യാവിറ്റി ക്ലോസ്ഡ് ആകും, റേസ്ഡ് ആണെങ്കിൽ nasal ക്യാവിറ്റി ക്ലോസ്ഡ് ആകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ദ സോഫ്റ്റ് പാലേറ്റ് ഓർ ദ യൂവിയുലർ ക്യാൻ ബി ലോവേർഡ് ഓർ റേസ്ഡ്. ഇഫ് ദ സോഫ്റ്റ് പാലേറ്റ് ഈസ് റേസ്ഡ്, it touches the back wall of the pharynx and the nasal passage will be closed. The air can then escape only through the mouth and such sounds are known as oral sounds. Okay, so we will come back to the image. നമ്മൾ ഈ പറഞ്ഞതുപോലെ എയർ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സോഫ്റ്റ് പാലേറ്റ് അല്ലെങ്കിൽ യൂവിയുള റേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ nasal cavity ക്ലോസ്ഡ് ആയി പോകും. ഇവിടെ വന്ന് ഇത് തട്ടും. ഓക്കെ, സോ എയർ ഇതിലേക്കൂടെ മാത്രം എസ്കേപ്പ് ചെയ്യും, ഓറൽ ക്യാവിറ്റിയിലൂടെ മാത്രം എസ്കേപ്പ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സിനെയാണ് നമ്മൾ ഓറൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. നൗ സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് ലോവേർഡ്, ഇറ്റ് വിൽ ടച്ച് ഹിയർ. Okay, so the air won't be able to get out through the oral cavity. It will have to get out through the nasal cavity and such sounds are known as nasal sounds. Okay, അങ്ങനെയുള്ള സൗണ്ട്സിനെയാണ് നമ്മൾ nasal sounds എന്ന് പറയുന്നത്. So the soft palate can be lowered or raised. If the soft palate is raised, it touches the back wall of pharynx and the nasal passage will be closed. So the air can then escape only through the mouth and such sounds are known as the oral sounds. Example sounds like d etc. നമ്മളുടെ സൗണ്ട്സിൽ ഏറ്റവും കൂടുതൽ സൗണ്ട്സ് ഓറൽ സൗണ്ട്സ് ആണ്. ഓക്കെ, സോ if the soft palate is lowered, the oral passage will be blocked at some point and the nasal passage will be open. നമ്മളിതാ ഇപ്പോൾ പറഞ്ഞതുപോലെ ചില സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് പാലേറ്റ് ഇവിടെ വന്ന് തട്ടും. ഇവിടെ ഏതെങ്കിലും ഒരു പോർഷനിലായിരിക്കും തട്ടുന്നത്. സോ ഇറ്റ് വിൽ ടച്ച് സം പാർട്ട് ഓഫ് the pharynx at the front area and as a result the nasal cavity will be open. So the air will escape through the nasal cavity and such sounds are known as nasal sounds. So if the soft palate is lowered, the oral passage will be blocked at some point and the nasal passage will open up. Sounds during the production of which the air can escape only through the nasal passage are known as nasal sounds. അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എയറിന്
nasal പാസേജിലൂടെ മാത്രമേ പുറത്തു വരാൻ പറ്റത്തുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള സൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ nasal sounds എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും 3 സൗണ്ട്സ് ആണ് nasal sounds: m, n and ng. The rest of the sounds are oral sounds. ബാക്കി സൗണ്ട്സ് ഓറൽ ആണ്. ഓക്കെ, സോ nasal sounds ഏതൊക്കെയാണെന്ന് നോക്കാം. m, n and ng. സോ ഈ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു എന്താണ്, ഒരു വല്ലാതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള, നമ്മൾ ഈ മലയാളത്തിൽ പലപ്പോഴും ഈ കിണുമ്പുക എന്നൊക്കെ പറയും. ഓക്കെ, സോ വിച്ച് മീൻസ് ദ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ് ത്രൂ ദ നോസ്. ഓക്കെ, ഒരു കിണുമ്പൽ നമുക്ക് ഫീൽ ചെയ്യും. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ nasal sounds എന്ന് പറയുന്നത്. ബാക്കി സൗണ്ട്സ് എല്ലാം during the production of the rest of the sounds, the nasal cavity will remain completely or partially closed, and the sound most of the air will escape through the mouth, and such sounds are known as oral sounds. ബാക്കി 3 nasal sounds ആണ്. സോ m, n, ng നമ്മൾ മൂക്കുകൊണ്ടാണ് പറയുന്നത്. സോ they are nasal sounds, and the rest of the sounds are basically oral sounds. Now we come to the classification of the tongue. So നമ്മൾക്കറിയാം how important the tongue is. The tongue is an important speech organ. It can be divided into 3 main parts. നമ്മൾ നേരത്തെ പറഞ്ഞു, corresponding to the division of the roof of the mouth. നമ്മൾ roof of the mouth നെ ഡിവൈഡ് ചെയ്തില്ലേ, അതിനെ corresponding ആയിട്ടാണ് നമ്മൾ എന്തിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്, ഓക്കെ, ഒരു അനൗൺസ്മെന്റ് കടന്നുപോയി, ആ എക്സ്റ്റേണൽ നോയ്സ് കയറി വരും എന്നുള്ളതുകൊണ്ട് അത് പോസ് ചെയ്ത്. സോ നമ്മളുടെ റൂഫ് ഓഫ് ദ മൗത്തിന്റെ ഡിവിഷൻ നമ്മൾ പറഞ്ഞു. That hard convex part you call as teeth ridge or alveolar ridge. Then there is the hard palate, the convex area. Then there is the soft area known as soft palate. Now ഈ ഡിവിഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എന്തിനെ ഡിവൈഡ് ചെയ്യുന്നത്, ടങ്ങിനെ ഡിവൈഡ് ചെയ്യുന്നത്. Now the part of the tongue that lies opposite to the teeth ridge, അതായത് ടീത്ത് റിഡ്ജിന് സമാന്തരമായിട്ട് കിടക്കുന്ന നാവിന്റെ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ദ ബ്ലേഡ് ഓഫ് ദ ടങ്. ഓക്കെ, സോ ഞാൻ ഇമേജിലേക്ക് വരാം. ഈ പോർഷനെയാണ് നമ്മൾ ബ്ലേഡ് ഓഫ് ദ ടങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ദ ഫ്രണ്ട് ഓഫ് ദ ടങ്. നൗ ഇറ്റ് ലൈസ് ഓപ്പോസിറ്റ് ടു ദ ഹാർഡ് പാലേറ്റ്. ഇറ്റ് ലൈസ് ഓപ്പോസിറ്റ് ടു ഇറ്റ് ലൈസ് ഓപ്പോസിറ്റ് ടു ദ ടീത്ത് റിഡ്ജ്. ഓക്കെ, അത് ഏത് പോർഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും? ഈ ഇമേജിൽ ടീത്ത് റിഡ്ജ് ശരിക്കും വിസിബിൾ അല്ല. ഈ നമ്മളുടെ ഫ്രണ്ട് റോ ഓഫ് ടീത്തിന്റെ തൊട്ട് പുറകിലത്തെ ഏരിയ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്കെ, സോ ഈ കോൺവെക്സ് ആയിട്ടുള്ള ആ പാറ്റേൺ ഉള്ള ഏരിയ ആണ് ആൽവിയോളാർ റിഡ്ജ്. നൗ ആൽവിയോളാർ റിഡ്ജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന, അതായത് അവിടെ ടച്ച് ചെയ്യുന്ന ടങ്ങിന്റെ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. യു കോൾ ഇറ്റ് ആസ് ദ ബ്ലേഡ് ഓഫ് ദ ടങ്. ഓക്കെ, ഓർ ഇറ്റ് ഈസ് ദ ഫ്രണ്ട് ഓഫ് ദ ടങ്. ആൻഡ് ദെൻ യു ഹാവ് ഗോട്ട് the extreme tip of the tongue. നമ്മൾ നേരത്തെ പറഞ്ഞു, the extreme tip of the tongue is called the tip. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. Now the tip and the blade together is known as the apex. Now ഈ ടിപ്പിനെയും അതുപോലെ തന്നെ ബ്ലേഡിനെയും കൂടെ ചേർത്താണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. You call it as the apex of the tongue. Now the part of the tongue which lies opposite to the hard palate is called the front of the tongue. Okay, ഞാൻ കൺഫ്യൂസ് ചെയ്തതാണ്, സോറി. ഈ നമ്മുടെ ഹാർഡ് പാലേറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഏരിയ ആണ് നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഐ വിൽ ക്ലാരിഫൈ ഇറ്റ്, വെയിറ്റ്. ഓക്കെ, സോ നോക്കേ, നേരത്തെ പറഞ്ഞൊക്കെ ജസ്റ്റ് അങ്ങ് മായ്ച്ചു കളയുക. നമ്മുടെ ആൽവിയോളാർ റിഡ്ജിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന പോർഷനെയാണ് യു കോൾ ഇറ്റ് ആസ് ദ ബ്ലേഡ് ഓഫ് ദ ടങ്. ഓക്കെ, നൗ ഹാർഡ് പാലേറ്റിന്, അതായത് ആ കോൺവെക്സ് ഏരിയയ്ക്ക്, കോൺകേവ് ഏരിയയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. യു കോൾ ഇറ്റ് ആസ് ദ ഫ്രണ്ട് ഓഫ് ദ ടങ്. നൗ ഏറ്റവും ടങ്ങിന്റെ ടിപ്പിനെ നമ്മൾ ടിപ്പ് എന്ന് തന്നെയാണ് പറയുന്നത്. നൗ ടിപ്പിനെയും ബ്ലേഡിനെയും കൂടെ ചേർത്താണ് യു കോൾ ഇറ്റ് ആസ് ദ എപെക്സ് ഓഫ് ദ ടങ്. ക്ലിയർ ആയോ? സോ the part of the tongue that lies opposite to the hard convex area or the alveolar ridge is known as the blade of the tongue. The part of the tongue that lies opposite to the concave area or the hard palate is known as the front of the tongue. Now the tip of the tongue, the extreme tip portion of the tongue is called as the tip, and the blade of the tongue along with the tip is known as the apex. Okay, so the tongue is an important speech organ. It can be divided into 3 parts:
corresponding to the division of the roof of the mouth. The part of the tongue that lies opposite to the teeth ridge is called the blade of the tongue. Now, teeth ridge in the opposite ആയിട്ട് കിടക്കുന്ന blade of the tongue, the extreme tip of the blade is called the tip. The tip and the blade are together known as the apex, and the part of the tongue which lies opposite to the hard palate is called the front of the tongue. The part of the tongue that lies opposite to the soft palate is called the back of the tongue. Okay, so clear ആയല്ലോ. സോഫ്റ്റ് പാലേറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത് ബാക്ക് ഓഫ് ദ ടങ്, ഹാർഡ് പാലേറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത് ഫ്രണ്ട് ഓഫ് ദ ടങ്. നൗ ആൽവിയോളാർ റിഡ്ജിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഏരിയ ആണ് നമ്മൾ ബ്ലേഡ് ഓഫ് ദ ടങ് എന്ന് പറയുന്നത്. അതായത് നാവിന്റെ ഈ അഗ്രം ഉണ്ടല്ലോ ഇങ്ങനെ കേർവ്ഡ് ആയിട്ട് കിടക്കുന്നത്, ഇങ്ങനെ ഒരു 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 സെമി സർക്കിൾ പോലെ ഇങ്ങനെ കിടക്കുന്ന നാവിന്റെ ആ ഒരു എഡ്ജ് പോർഷനാണ് നമ്മൾ ശരിക്കും ബ്ലേഡ് എന്ന് പറയുന്നത്. അതിന്റെ ടിപ്പിനെയാണ് നമ്മൾ ടിപ്പ് എന്ന് പറയുന്നത്. നൗ ബ്ലേഡും ടിപ്പൂടെ ചേരുന്നതാണ് ഇറ്റ് ഈസ് ദ അപ്പെക്സ് ഓഫ് ദ ടങ്. ഓക്കെ, ദെൻ ഈ ഏരിയ, അതുകൊണ്ടാണ് ഇത് കൺഫ്യൂഷൻ ആകുന്നത്. ഇതാണ് ശരിക്കും ഫ്രണ്ട് ഓഫ് ദ ടങ്. ആക്ച്വലി ഫ്രണ്ട് ഓഫ് ദ ടങ്ങിന്റെ ഭാഗമാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ഈ ബ്ലേഡും അപ്പെക്സും എന്ന്, അല്ലെങ്കിൽ ഈ ബ്ലേഡും ടിപ്പും എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി പാർട്ട് ഓഫ് ദ ഫ്രണ്ട് ഓഫ് ദ ടങ്. പക്ഷേ നമ്മളിതാ ഈ വരയായിട്ട് ഇങ്ങനെ കിടക്കുന്ന നാവിന്റെ ആ ഒരു സെമി സർക്കുലർ ഷേപ്പിൽ കിടക്കുന്ന ആ ഒരു ഏരിയ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യു കോൾ ഇറ്റ് ആസ് ദ ബ്ലേഡ് ഓഫ് ദ ടങ്. ഓക്കെ, സോ അതുകൊണ്ടാണ് അതിനെ ശരിക്കും ബ്ലേഡ് എന്ന് വിളിക്കുന്നതിന്. സോ ഒരു വര പോലെ ഏകദേശം ഇവിടം തൊട്ട് ഇവിടം വരെ ആ സെമി സർക്കിളിൽ വരുന്ന ഏരിയ ആണ് യു കോൾ ഇറ്റ് ആസ് ദ ബ്ലേഡ് ഓഫ് ദ ടങ്. അതിന്റെ ടിപ്പാണ് നമ്മൾ ടിപ്പ് എന്ന് പറയുന്നത്. സോ ഇത്രയും ഏരിയ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, അപ്പെക്സ് എന്ന് പറയുന്നത്. നൗ ഇതിന്റെ പ്രതലം ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് പോർഷൻ, ഇറ്റ് ആക്ച്വലി ലൈസ് ഓപ്പോസിറ്റ് ടു ദ ഹാർഡ് പാലേറ്റ്. നൗ ആ ഫ്രണ്ട് പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യു കോൾ ഇറ്റ് ആസ് ദ ഫ്രണ്ട് ഓഫ് ദ ടങ്. ഇനി ഈ ഏരിയ, okay, it lies opposite to the soft palate, it is called the back of the tongue. അതുകൊണ്ടാണ് ചെറിയൊരു കൺഫ്യൂഷൻ ആയത്. ഓക്കെ, സോ എനിവേ ഇറ്റ്സ് ഓൾ. നൗ we come to lips. Now the position of the lips affect the quality of vowels. Okay, now lips എന്ന് പറയുന്നത് you know how important they are in the production of speech sounds. Now lips ന്റെ പൊസിഷൻ, പ്രത്യേകിച്ച് നമ്മൾ എങ്ങനെയാണ് ലിപ്സ് വെക്കുക എന്നുള്ളത് എന്തിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും, വവൽസിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ദ പൊസിഷൻ ഓഫ് ദ ലിപ്സ്. ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ആർട്ടിക്കുലേഷൻ ഓഫ് കൺസണൻസ് ആസ് വെൽ. സോ ലിപ്സിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊന്നും ഡിസ്ക്രൈബ് ചെയ്ത് പറയാനായിട്ടില്ല, അപ്പാർട്ട് ഫ്രം the fact that they play a very crucial role in the production of speech sounds, especially with regard to the clarity of sounds. നമ്മൾ എത്രത്തോളം ക്ലിയർ ആയിട്ട് വാക്കുകൾ പറയുന്നു എന്നുള്ളത് it depends on your lips. Okay, now ഒരു കാര്യം കൂടി ഇതിനകത്ത് പഠിക്കാനുണ്ട്, ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ് ആൻഡ് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ്. സോ ഇവിടെ നമ്മൾ ഓറൽ ക്യാവിറ്റിയിലുള്ള പാർട്ടുകൾ നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ you came across tongue, you came across the roof of the mouth, you came across teeth, okay, and you came across the lips. Okay, so ഇത്രയും പേരാണ് പ്രധാനമായിട്ടും എന്തിനകത്ത് നമ്മളെ സഹായിക്കുന്നത്, ആർട്ടിക്കുലേഷനിൽ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് അവയെ നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയത്, you included them in the articulatory system. Okay, so articulation നമ്മളെ സഹായിക്കുന്നവരാണ് ഇവരെല്ലാവരും. Okay, so oral cavity യിൽ വരുന്നവരാണ് ഇവരെല്ലാവരും. So they play a very important role in the articulation of sounds. Now ഇവിടെ ചിലര് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സും ചിലര് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സുമാണ്. അതായത് നമ്മൾ സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചിലര് മൂവ് ചെയ്യും. ഓക്കെ, സോ ചിലര് മൂവ് ചെയ്യും, ചിലര് മൂവ് ചെയ്യത്തില്ല. സോ those who remain stationary are called passive articulators and those who move are called active articulators. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വാക്കുകൾ ഉച്ചരിക്കുന്ന സമയത്ത് you can see how your tongue moves, അല്ലേ, നമ്മളുടെ ടങ് മൂവ് ചെയ്യാറുണ്ട്. എന്നാൽ when you look at your teeth, you can see that your lower row of teeth moves. അതായത് നമ്മളുടെ ഈ ജോ ഉണ്ടല്ലോ, ജോ അത് മൂവ് ചെയ്യും, പക്ഷേ അപ്പർ റോ ഓഫ് ടീത്ത് ദേ റിമെയിൻ സ്റ്റേഷനറി. ഓക്കെ, അവയ്ക്ക് എന്തില്ല, അവയ്ക്ക് വലിയ ചലനമൊന്നും ഇല്ല. സോ ഇങ്ങനെ മൂവ് ചെയ്യുന്നവര് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സും മൂവ് ചെയ്യാത്തവര് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സും ആണ്. സോ നമ്മൾക്ക് ഡെഫിനിഷൻ നോക്കാം. In the articulation of speech sounds, one of the articulating organs moves towards another articulating organ which is stationary or at rest. So വാക്കുകൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിലെ ഒരു ഓർഗൻ മറ്റൊരു ഓർഗന്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. വൺ ഓഫ് ദ ആർട്ടിക്കുലേറ്റിംഗ് ഓർഗൻസ് മൂവ്സ് ടുവേർഡ്സ് അനദർ ആർട്ടിക്കുലേറ്റിംഗ് ഓർഗൻ
Now ഒരാൾ മൂവ് ചെയ്ത് വരുമ്പോഴത്തേക്കും മറ്റേ ആൾ എന്തായിരിക്കും സ്റ്റേഷനറി ആയിരിക്കും, ഇറ്റ് വിൽ ബി അറ്റ് റെസ്റ്റ്. So the articulators which move are called active articulators and those which remain passive or those which remain stationary are called passive articulators. Now active articulators ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ your lower lips. Okay, അവ എപ്പോഴും എന്ത് ചെയ്യും മൂവ് ചെയ്യും. Then including the jaw, then the tongue എപ്പോഴും മൂവ് ചെയ്യും. Now ഇവരാണ് പ്രധാനമായിട്ടും എന്താണ് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ്. whereas the upper lip, the upper row of teeth and the roof of the mouth are always passive. അതേസമയം upper row of teethും അതുപോലെ തന്നെ എന്താണ് upper lipും അതുപോലെ തന്നെ roof of the mouthും most of the time they remain stationary and that is why they are called as passive articulators. So active articulators പ്രധാനമായിട്ടും രണ്ട് പേരാണ് your tongue and your jaw. എന്ന് പറയുമ്പോഴത്തേക്കും ജോയിൽ വരുന്ന നിങ്ങളുടെ ലോവർ ലിപ്പും അതുപോലെ തന്നെ ലോവർ റോ ഓഫ് ടീത്തും ഒക്കെ എന്താണ് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ് ആണ്. അതേസമയം അപ്പർ റോ ഓഫ് ടീത്ത്, അപ്പർ ലിപ്പ് ആൻഡ് ദ റൂഫ് ഓഫ് ദ മൗത്ത് റിമെയിൻ പാസീവ് ആൻഡ് ദേ ആർ നോൺ ആസ് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ്. Okay, so definition ആയിട്ട് പഠിക്കേണ്ടത് ഇതാണ്. In the articulation of speech sounds, one of the articulating organ moves towards another articulating organ which is stationary or is at rest. So the articulators which move are called active articulators and those which remain passive are called passive articulators. Now your lower lips including the jaw, again it includes your lower row of teeth and the tongue are active articulators, whereas the upper lip, upper row of teeth and the roof of the mouth are passive articulators. Okay, so അപ്പം ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ദെൻ ഇതിന് ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും we will study the classification of sounds. Till then, bye.